ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോഡോക്സ്. അപ്പോൾ ഇന്ന് മാർക്കോ മലയാളത്തിലെ ഏറ്റവും വയലൻ്റ് ആക്ഷൻ മൂവിയാണെന്നുള്ള ലേബലിൽ റിലീസായിട്ടുള്ള മാർക്കോനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത്. മാർക്കോ റൈറ്റൻ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഹനീഫ് അദേനി. അപ്പോൾ ഹനീഫ് അദേനിയുടെ ഒരു ഫിലിമോഗ്രഫി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സിനിമ ഗ്രേറ്റ് ഫാദർ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ ഒരു ലെവലിൽ നിൽക്കുന്ന രണ്ട് സിനിമകളും മികായലായാലും ബോസ് ആൻഡ് ഗോ ആയാലും രണ്ടും താഴെ പോയ സിനിമകളായിരുന്നു. പക്ഷേ മാർക്കോ അത് ഇപ്പോൾ ഹനീഫ് അദേനിയുടെ പ്രീവിയസ് ഫിലിംസ് ഒന്നും നോക്കിയിട്ടില്ല. ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു അനൗൺസ് ചെയ്ത മുതൽ. കാരണം അതിൻ്റെ ആ ഒരു അവർ പ്രൊമോട്ട് ചെയ്ത രീതി, അതായത് വയലൻ്റ് ആക്ഷൻ, വയലൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ വയലൻസ് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളിൽ ഈ ക്രൂവിൻ്റെ തള്ളുകളോട് അല്ലെങ്കിൽ ക്രൂവിൻ്റെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളോട് 150% നീതി പുലർത്തിയ ഒരു സിനിമ അതാണ് മാർക്കോ. വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ വയലൻസ്. ഞാൻ പേഴ്സണലി ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമയിലും ഇത്രത്തോളം വയലൻസ് ചെയ്യാൻ കണ്ടിട്ടില്ല. അത്ര എക്സ്ട്രീം ലെവൽ. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കുറേ പേരുടെ അഭിപ്രായം ഭയങ്കര വയലൻസ് ആണ് ഫസ്റ്റ് ഹാഫിൽ എന്നൊക്കെ. ഒന്നുമല്ല, ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്ന വയലൻസിൻ്റെ 100% പോലും ഫസ്റ്റ് ഹാഫിലില്ല. അപ്പോൾ നിങ്ങൾ ആരും ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. സെക്കൻഡ് ഹാഫ് എക്സ്ട്രീം ലെവൽ വയലൻസ് ആണ്. പിന്നെ സിനിമയിലോട്ട് വരുമ്പോൾ ഒരു യൂഷ്വൽ റിവെഞ്ച് ഡ്രാമ തന്നെയാണ്. പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത കഥയോ കാര്യങ്ങളിലോ ഒന്നല്ല വരുന്നത്. ഒരു യൂഷ്വൽ റിവെഞ്ച് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഉണ്ണിമുകുന്ദൻ ഇതുവരെ കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് ഇൻട്രോ. ആ ഒരു ഇങ്ങനെ ക്യാരക്ടറിനെ അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഒരു പീക്ക് ലെവലിൽ എത്തിച്ച് ഒരു പീക്ക് ലെവൽ ഇൻട്രോയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടർ സിനിമയിലോട്ട് വരുന്നു. പിന്നീട് അങ്ങോട്ട് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക സെക്കൻഡ് ഹാഫിലോട്ടുള്ളൊരു സ്റ്റേജിങ് മാത്രമായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഇൻ്റർവെല്ലിൽ എത്തുന്ന വരെ അല്പം മിഡായിരുന്നു സിനിമ. ഭയങ്കരമായിട്ടുള്ളൊരു ഹൈ മൊമെൻസും കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടിയിരുന്നില്ല. പക്ഷേ ഇൻ്റർവെൽ അത്യാവശ്യം ഒരു കിഡിലൻ ഇൻ്റർവെൽ ബ്ലോക്ക് തന്നെയായിരുന്നു. ഭയങ്കര വയലൻസ് പറഞ്ഞാൽ ഈ വയലൻസ് എന്ന് പറയുന്ന സംഭവം തുടക്കം കിട്ടിയത് അതിൻ്റെ ഒരു ലെവലിൽ കിട്ടിയത് ഇൻ്റർവെല്ലായിരുന്നു. ഒരു ഭീകര ഇൻ്റർവെൽ തന്നെയായിരുന്നു അതിൻ്റെ പടത്തിൻ്റെ. അപ്പോൾ പിന്നീട് അങ്ങോട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പടം അന്യായ പേസാണ്. ഫസ്റ്റ് ഹാഫിൽ കണ്ട ഒന്നുമല്ല സെക്കൻഡ് ഹാഫ്. നമുക്ക് ഒരു മിനിറ്റ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ അന്യായ ലെവൽ. അതും ഇൻ്റർവെല്ലിന് ശേഷം ഒരു ഫൈറ്റ് ഉണ്ട്. ഇൻ്റർവെല്ലിന് ശേഷം ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് എക്സ്ട്രീം ലെവൽ. കാരണം അത് സിംഗിൾ ടേക്കിലേക്ക് വന്നു. എനിമൽ സിനിമ എന്നൊക്കെ കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊരു ഫൈറ്റാണ്. അത് അന്യായ ലെവൽ ഫൈറ്റായിരുന്നു. ഒരു കുറേ സിംഗിൾ ടേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എക്സ്ട്രീം ലെവൽ. ടെക്നിക്കൽ സൈഡൊക്കെ അതിൻ്റെ പീക്ക് ലെവൽ. ഫൈറ്റ് കൊറിയോഗ്രാഫി ആയിക്കോട്ടെ, അതിൻ്റെ എഡിറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാതും അതിൻ്റെ പീക്ക് ലെവലിൽ വന്നൊരു ഫൈറ്റായിരുന്നു. അത് എൻ്റെ ഒരു ഫേവറേറ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുള്ളൊരു ഫൈറ്റാണ്. സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നൊരു ഫൈറ്റാണ്. അപ്പോൾ മാർക്കോ ടൈറ്റിൽ റോളിൽ ഉണ്ണിമുകുന്ദൻ, പിന്നെ സിദ്ദിഖ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ മികായലിലൊക്കെ ഉള്ള ആ ഒരു ഇതാണ് സിദ്ദിഖിൻ്റെ ക്യാരക്ടർ ഉണ്ണിമുകുന്ദൻ്റെ ഏട്ടനായിട്ടാണ് വരുന്നത്, മികായലിലെ പോലെ തന്നെ. പക്ഷേ സിനിമ ബന്ധമൊന്നുമില്ല, കഥയും കാര്യങ്ങളായിട്ട് വലിയ ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ശ്രീജിത്ത് രവി വരുന്നുണ്ട്, ജഗദീഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര്, ഈ സിനിമയിൽ ഏറ്റവും ഒരു സർപ്രൈസിങ് ആയിട്ടൊരു ഗംഭീര പെർഫോമൻസ് അയച്ച മറ്റൊരു പേര് ഒരു ഹിന്ദി നടൻ കബീർ ദുവാൻ സിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മെയിൻ വില്ലൻ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം സെക്കൻഡ് ഹാഫിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രീം ലെവലാണ് പുള്ളി. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ, അത്രയും കിടലായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ജഗദീഷാണ്. ജഗദീഷ് അദ്ദേഹത്തിൻ്റെ കരിയർ ചെയ്യാത്ത അമ്മാതിരി സാധനം. അത്രയും ഇതൊന്നും പുള്ളിയുടെ വയലൻ്റ് ആക്ഷൻ കുറേയൊക്കെ ഡയലോഗുകളൊക്കെ ആയാലും ഇതുവരെ ഒന്നും പുള്ളി അല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള കുറേ പരിപാടികൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അന്യായ ലെവൽ. എനിക്ക് തോന്നുന്നു ജഗദീഷ് ഇപ്പോൾ സമീപകാലത്ത് അദ്ദേഹം ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയാലും ചെയ്യുന്ന സിനിമകളായാലും എല്ലാത്തിലും ഭയങ്കര യുണീക്നെസ് ഉണ്ട്. അദ്ദേഹം ഇതുവരെ ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുവരെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് വളർന്ന ഓഡിയൻസ് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് അദ്ദേഹത്തിൻ്റെ നിന്ന് കിട്ടുന്നുണ്ട്. അതിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ, എക്സ്ട്രീം ലെവൽ വില്ലനസാണ് അദ്ദേഹത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ജഗദീഷിൻ്റെ പേര് എടുത്ത് തന്നെ പറയണം. അദ്ദേഹം റിലീസിന് മുമ്പ് ഈ സിനിമയെ പറ്റി പറഞ്ഞെന്താണോ അത് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറായാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആയാലും ഒക്കെ അതേ ലെവൽ തന്നെ. ആ ഒരു ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അവതരിപ്പിച്ചേക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആയാലും എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ കളർ ഗ്രേഡിംഗ് ആണ്. സിനിമാറ്റോഗ്രാഫി എനിക്ക് എസ്പെഷ്യലി ഇത് ഭയങ്കര ഡാർക്ക് മോഡലാണ്. എൻ്റയർ ഫിലിം ഭയങ്കര ഡാർക്കായിട്ടുള്ള അതിന് കളർ ഗ്രേഡിയൻ്റ് ഒക്കെ അങ്ങനെയാണ്, ആ ഒരു മൂഡ് സെറ്റപ്പിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് എനിക്ക് പേഴ്സണലി എനിക്ക് അത്രയും താല്പര്യമില്ലാത്തൊരു ഡാർക്ക് മോഡിൽ എടുക്കുമ്പോൾ, പക്ഷേ ആ ഒരു സിനിമയുടെ മൂഡിന് അത് ആപ്റ്റായിരുന്നു. പിന്നെ ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, എഡിറ്റിംഗ് കാര്യങ്ങളെ പറ്റി. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം ഇതിലവർ ഇത് ഏത് രീതിയിൽ പ്രൊമോട്ട് ചെയ്തു. ഇതവർ പ്രൊമോട്ട് ചെയ്ത രീതിയോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ഇരട്ടി നീതി പുലർത്തിയിട്ടുണ്ട്.
അപ്പോൾ ഈ അവർ ആ പ്രൊമോട്ട് ചെയ്ത കാര്യം അത് കേട്ടിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മൾ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആവും ഈ സിനിമയിൽ. പിന്നെ ബാക്കി ഇതിൽ ഡയലോഗ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര ദഹിക്കില്ല, കാരണം ഒരു ഭയങ്കര ഒരു ഡ്രാമാറ്റിക് ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും ഡയലോഗുകളായാലും ഡയലോഗ് പറയുന്ന രീതിയായാലും ഒക്കെ. പക്ഷേ ഈ സിനിമ ഇവർ പ്രൊമോട്ട് ചെയ്ത രീതി, അതായത് ഇതിൻ്റെ വയലൻസ് അതിൻ്റെ എക്സ്ട്രീം ലെവൽ, അത് കുട്ടികളെ മുതൽ മുതിർന്നവരെ വരെ ആരും വെറുതെ വിട്ടിട്ടില്ല. പിന്നെ വില്ലന്മാരെ കൊല്ലുന്ന രീതി അതൊക്കെ പീക്ക്. അതായത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യണം, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് അറിയണമെങ്കിൽ പല സീനിലും നമ്മൾ കണ്ണുപൊത്തിപ്പോവും. അത്രത്തോളം വയലൻ്റാണ് സിനിമ. പിന്നെ ഉണ്ണിമൂന്തൻ്റെ ക്യാരക്ടർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അന്യായം. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് ആയാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു ആൽഫ മെയിൽ ക്യാരക്ടർ അതൊക്കെ എക്സ്ട്രീം ലെവലിൽ തന്നെ പുള്ളി പിടിച്ചിട്ടുണ്ട്. ഉണ്ണിമൂന്തൻ അത്യാവശ്യം ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് ഈ സിനിമയിലെ വില്ലന്മാരുടെ പെർഫോമൻസാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത്. കാരണം വില്ലന്മാർ അത്രത്തോളം ബ്രൂട്ടലാകുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ്, അതായത് ആ ഇമ്പാക്റ്റ് നമ്മളോട്ട് അത്ര എത്തുന്നത്. അപ്പോൾ ഈ വില്ലന്മാരുടെ ക്യാരക്ടർ അത് ഡിസൈൻ ചെയ്തേക്കുന്ന രീതി അതൊക്കെ ഭീകരമാണ്. അപ്പോൾ വയലൻസിന് വേണ്ടിയിട്ട് ഈ സിനിമ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കാരണം അത്രയും എക്സ്ട്രീം വയലൻ്റ് ആയിട്ടുള്ളൊരു സിനിമ അപ്പോൾ വേൾഡ് സിനിമയിൽ തന്നെ ഞാൻ പേഴ്സണലി ഇത്രയും വയലൻ്റ് ആയിട്ടുള്ളൊരു സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ നിലവിൽ എന്തായാലും ഇന്ത്യൻ സിനിമയിൽ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും വയലൻ്റ് ആക്ഷൻ മൂവി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ സിനിമ OTT റിലീസിന് ശേഷം എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഭയങ്കര അപ്രിസിയേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഈ എടുത്തേക്കുന്ന രീതിയിലൊക്കെ, നമ്മൾ കില്ലിനൊക്കെ കിട്ടിയ പോലെ. അപ്പോൾ എന്തായാലും ഇത്രയും വയലൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാ പറയുന്നു, റേറ്റഡ് മൂവിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും വയലൻസ് ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ വയലൻസ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ കാണാൻ കഴിയുന്നവർക്ക് പോവാം, അല്ലാത്തവർ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുക.